സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാനായി ഹിയറിംഗ് നടത്തണമെന്ന സഹകരണ ട്രിബ്യൂണൽ ഉത്തരവ് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് അട്ടിമറിക്കുന്നതായി ആരോപണം. തിരുവാഴിയോട് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 58 ലക്ഷത്തിലധികം രൂപയാണ് തിരിച്ചു കിട്ടാനുള്ളതെന്ന് കടമ്പഴിപ്പുറം പ്രഭാതത്തിൽ പി കുട്ടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ തരാമെന്ന ഉറപ്പിലാണ് തന്റെയും ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും പേരിൽ 2000 കാലഘട്ടത്തിൽ 80 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായ തന്റെ സർവീസ് കാലയളവിൽ സ്വരൂപിച്ചതും വിരമിച്ചപ്പോൾ ലഭിച്ചതുമായ തുകയാണ് തിരുവാഴിയോട് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. അറസ്റ്റ് ചെയ്യും എന്നുള്ള നില വന്നപ്പോൾ അറസ്റ്റ് വാറന്റ് കൊടുക്കും പോലീസിന് ചെയ്യുന്നത് എനിക്കറിയില്ല. അന്ന് അത് പത്രത്തിലെല്ലാം വരികയും ചെയ്തു. ഞാൻ കോപ്പി എടുത്തിട്ടില്ല. അന്നത്തെ പത്രത്തിലൊക്കെ അത് പോലീസിന് കിട്ടിയതാണ് ആരൊക്കെ കുറ്റക്കാരെ എന്നുള്ളത് കണ്ട്. പക്ഷേ പൈസ കിട്ടാൻ വേണ്ടി പിന്നെ AR ഓഫീസിൽ ഫയൽ ചെയ്യുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് വാറന്റ് കൊടുത്തപ്പോൾ ഇവർ ഒളിവിൽ നിൽക്കുകയും പിന്നെ ജാമ്യം ബെയിലിന് വേണ്ടി സ്വാഭാവികമായിട്ട് അവർ പോകും. സ്വാഭാവികമായിട്ട് അവർ പോയത് എറണാകുളം ഹൈക്കോടതിയിലാണ്. കീഴ്ക്കോടതിയിലൊന്നും പോയിട്ടില്ല. അത്ര ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടായിരിക്കാം എന്ന് ചെയ്യുന്നു. ഡിപ്പോസിറ്റ് തുക നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സംഘം പ്രസിഡന്റുമാരായ കമറുദ്ദീൻ, ഹനീഫ, ഹോണററി സെക്രട്ടറി കുമാരൻ എന്നിവരെ പ്രതിയാക്കി ശ്രീകൃഷ്ണപുരം പോലീസിലും സഹകരണ സംഘം മേധാവികൾക്കും പരാതി നൽകിയിരുന്നു. പ്രതികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ താനും ഹൈക്കോടതിയിൽ കേസു നൽകി. കോടതി ഇടപെടലിനെ തുടർന്ന് 12 ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകി. മുൻ പ്രസിഡന്റ് ഹനീഫ 17,07,292 രൂപയും കുമാരൻ 13,63,437 രൂപയും തിരിച്ചടയ്ക്കാനും കോടതി ഉത്തരവിട്ടെങ്കിലും തുക തിരിച്ചടയ്ക്കാതെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. പണനിക്ഷേപത്തിന്റെയും ധനകാര്യ ഇടപാടിന്റെയും രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഒറ്റപ്പാലം AR ഓഫീസിനോട് ഹിയറിംഗ് നടത്താൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടത്. മാസങ്ങളായിട്ടും ഹിയറിംഗ് നടത്താതെ AR ഓഫീസ് കുറ്റക്കാരെ രക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സൊസൈറ്റി കോൺഗ്രസ് ഭരണസമിതിയുടെ പണാപഹരണത്തിനെതിരെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും കുട്ടൻ പറഞ്ഞു. കീഴ്ക്കോടതിയിൽ നേരെ എറണാകുളം ഹൈക്കോടതിയിൽ പോയിട്ട് അഡ്വക്കേറ്റിനെ കണ്ട് രാജ്യരാമാനം ബെയിലിനുള്ള അപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് കൗണ്ടർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ അഡ്വക്കേറ്റിനൊക്കെ വെച്ച് അതിനെ കൗണ്ടർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2, 3, 4, 5, 6 മാസം നീട്ടിവെക്കലും എല്ലാം കൂടി ആയിട്ട് 2-3 ജഡ്ജിമാർ മാറി വന്നു. അങ്ങനെ അവസാനം മാറി വന്ന ശേഷം നിവൃത്തിയില്ലാതെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എറണാകുളത്ത് പോകണില്ലല്ലോ, വക്കീലിൻ്റെ മനസ്സിലാക്കിയത് കുറച്ച് പൈസ ഇപ്പോൾ ഡ്യൂ ആയ പൈസ കുറച്ച് കൊടുത്താൽ നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ബെയിൽ സ്വീകരിക്കാൻ എന്തോ പറഞ്ഞിട്ട് 12 ലക്ഷം 13 ലക്ഷം കിട്ടിയിട്ട് ലക്ഷം എനിക്ക് തിരിച്ചു വന്നു ബൈച്ചെക്കായിട്ട്. ബാക്കിയാണ് സംഖ്യയുള്ളത്. അന്ന് ഡ്യൂ ആയത് ഇൻട്രസ്റ്റും തന്നിട്ടില്ല. അത് മേടിച്ചോളാൻ പറഞ്ഞു. ജഡ്ജി വക്കീലിനോട് പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് അത്രയും പൈസ മേടിച്ചു. ബാക്കിയുള്ളവർക്ക് ഇത് സംസാരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ, വൈഫിൻ്റെ പേരിൽ, മകളുടെ പേരിലൊക്കെയാണ് പൈസ ഇട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അറസ്റ്റിന്ന് അവരൊഴിവായി. ഈ ഒരാള് പാലക്കാട് കമറുദ്ദീൻ ബെയിലിന് വന്നു. അയാൾക്ക് ചില കണ്ടീഷൻ വെച്ചിട്ട് ബെയിൽ കൊടുത്തു. പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഇവർക്കും ബെയിൽ കൊടുത്തു. അതാണ് തൽക്കാലം നിൽക്കണേ. അയാൾ പ്രസിഡന്റായി, കരിമ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടരുന്നു. ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം പിന്നെ AR ഓഫീസിൽ നിയമപരമായിട്ട് നടക്കണം. AR ഓഫീസ് ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, അവിടെയും പരാതി കൊടുത്തിരുന്നു. Ambalappara Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. Our treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services.